യൂണിവേഴ്സിനോട്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടിരിക്കുക. ഒന്ന് ശ്വാസം എടുത്ത് വിടുക. സൺഡേ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്? ഇന്നത്തെ എനർജി എങ്ങനെയാണ്? എങ്ങോട്ടത്തേക്ക് പോകുന്നു ആ എനർജി? കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, എങ്ങോട്ടത്തേക്ക് പോകുന്നു? ഓക്കെ, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കാർഡ്സ് നോക്കാം. ഇന്നത്തെ കറണ്ട് എനർജി എന്താണ്? ഇന്നത്തെ കറണ്ട് എനർജി 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. അതായത് ഒരു സ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ്. വിഷമിച്ച് തിരിച്ചു പോകുന്നൊരു എനർജിയാണ്. എന്തിലോ ഒന്നെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കരിയറിൽ ആയിരിക്കാം. നമുക്ക് നോക്കാം. ദ ഫൂൾ എന്ന മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തത് കൊണ്ടുള്ളൊരു നൈരാശ്യമായിരിക്കാം, വിഷമമായിരിക്കാം. ദ മൂൺ എന്തിനെയൊക്കെ കുറിച്ചുള്ളൊരു ഭയം ഒക്കെയാണ് ഇന്നത്തെ. അത് ഇതിനെ നയിച്ചു കൊണ്ടുപോകുന്നത് അതിലേക്കാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഭയമാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തു, അത് നടന്നില്ല. എന്തൊക്കെയോ വളരെയധികം ആഗ്രഹിച്ചു, ഒരു പുതിയ തുടക്കത്തിലേക്ക് എന്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അത് സാധ്യമാകാത്തതിലുള്ളൊരു പ്രയാസത്തിലാണ് നടന്നു പോകുന്നത്. 8 ഓഫ് മതിയായി എന്നുള്ളൊരവസ്ഥയിൽ അത് നിങ്ങളുടെ ഈ ഭയമാണ്. ഈ ദ മൂൺ എന്ന് പറഞ്ഞാൽ 2 മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ ഇതൊരു ഭയത്തിൻ്റെ എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ എന്തിനെയൊക്കെയോ ഭയക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കത് നടക്കാത്തത്. ആ ഭയം കൊണ്ടാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾ നടക്കാതെ നിങ്ങൾ ദുഃഖത്തിലേക്ക് പോകുന്നത്. അതാണ് നിങ്ങളുടെ ഇന്നത്തെ കറണ്ട് എനർജി. റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇന്നത്തെ കറണ്ട് എനർജിയും സിറ്റുവേഷനും അത് എങ്ങോട്ടത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ ഭയത്തിലേക്കാണ്. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാം ശരിയാകും. ഓക്കെ, താങ്ക് യു.